ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹെയ്സാസ് ബ്ലോഗ്. ഞാൻ ഇന്ന് ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണ് പരിചയപ്പെടുത്തുന്നത്. ഒത്തിരി ഇമ്പോർട്ടന്റ് ഡേയ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഫാദേഴ്സ് ഡേ. നമ്മൾ ഉണ്ടായത് തന്നെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണല്ലോ. അപ്പം അതുകൊണ്ട് ഫാദേഴ്സ് ഡേ വളരെ പ്രധാനം തന്നെയല്ലേ. എന്നാണ് ഫാദേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എല്ലാ വർഷത്തിലെയും ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഫാദേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫാദേഴ്സ് ഡേ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വാഷിങ്ടൺ USA ബാക്കി ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഉള്ളത് പോലെ ഫാദേഴ്സ് ഡേക്ക് ഒരു ദിവസം വേണോ എന്ന് എല്ലാവരും ചിന്തിക്കും. തീർച്ചയായും ഫാദേഴ്സ് ഡേയും ബാക്കിയുള്ള ദിവസം പോലെ ഒരു ദിവസം ഫാദേഴ്സ് ഡേയും ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഡേയ്സിലെ പോലെ തന്നെ ഫാദേഴ്സിനും വേണ്ട ഒരു ദിവസം അവരെ സ്നേഹിക്കാനും അവർക്ക് ഗിഫ്റ്റ് നൽകാനും അവരെ സന്തോഷിപ്പിക്കാനും എല്ലാം. അച്ഛൻ്റെ സ്നേഹം പലപ്പോഴും അമ്മയെ പോലെ ആവില്ല. അത് ഒളിഞ്ഞിരിക്കുന്നൊരു സ്നേഹമായിരിക്കും. അവരും നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടില്ലെങ്കിലും 10 മാസം ചുമന്നിട്ടില്ലെങ്കിലും ഒരു കടലോളമാണ് അവർ നമുക്ക് സ്നേഹം നൽകുന്നത്. ഞാൻ ഫാദേഴ്സ് ഡേക്ക് ഇതുപോലെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വളരെ കൂടുതലൊന്നും ഞാൻ ഫാദേഴ്സ് ഡേനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നില്ല. എങ്കിലും പിച്ച വെച്ച് നടക്കുന്നത് മുതൽ ഒരച്ഛനും ഒരമ്മയും നമ്മളെ എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കാം. അവരെ നമ്മൾ ഒരിക്കലും, നമ്മുടെ അച്ഛനമ്മമാരൊരിക്കലും ഈ ഓൾഡ് ഏജ് ഹോമിലൊന്നും കൊണ്ടുപോയാക്കരുത്. എല്ലാം നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക, ഇതുപോലൊരു കാലം ഇനി നമുക്കും വരും എന്ന്. അപ്പൊ നമ്മൾ നമ്മളെ പേരൻസിനെ എല്ലാ ദിവസവും ഒരുപോലെ സ്നേഹിക്കണം. ചുരുങ്ങിയത് ഒരു ഫാദേഴ്സ് ഡേക്കെങ്കിലും നമ്മൾ നമ്മുടെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അതോ ഒരു ഉമ്മ കൊടുക്കുകയോ ചെയ്താലോ അവർക്കുണ്ടാവുന്ന സ്നേഹം വളരെ അധികം തന്നെയാണ് അതിൽ നിന്നും. അതിനേക്കാൾ വലിയ ഒരു ഗിഫ്റ്റും അവർക്കില്ല എന്ന് തന്നെ പറയാം. വെറുതെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കളയുന്നതിന് പകരം ഒരു ദിവസമെങ്കിലും അവരെ സ്നേഹിച്ചു നോക്കൂ. അപ്പൊ അവരുടെ സന്തോഷം കാണാം. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം.